രാത്രി അദ്ദേഹം 1 മണി വരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കർണാടക മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ ഇന്നിപ്പോൾ രാവിലെ മുതൽ നമ്മുടെ ആളുകൾ, രഞ്ജിത്തടക്കമുള്ള ആളുകൾ നമ്മൾ ഇന്നലെ അവരുമായിട്ട് ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കൊടുത്താണ്. 25 പേര് രക്ഷാപ്രവർത്തനത്തിന് ആധാർ കാർഡ് ചെയ്തും കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അത് ഇന്നിപ്പോൾ തിരസ്കരിച്ചപ്പോൾ ഇവിടുത്തെ SP നാരായണനുമായി ഞാനും ഡയറക്റ്റ് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് 2 മണിക്കൂറിന് ആർമിയുടെ ഡ്രോൺ സംവിധാനത്തോടു കൂടിയുള്ള ഒരു പരിശോധന നടക്കുന്നുണ്ട്. ആ സമയത്ത് ഒന്ന് ജസ്റ്റ് മാറി നിൽക്കാൻ പറഞ്ഞതാണ്. ആഫ്റ്റർ 2 hours നമ്മൾ വീണ്ടും അവരെ അകത്ത് കയറ്റുമെന്നാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഞാനും പിന്നെ ഇവിടുത്തെ MLA ഒന്നിച്ചാണുള്ളത്. അദ്ദേഹം ഇപ്പോൾ എത്തിച്ചേർന്നതിന് ശേഷം അവരെ നമുക്ക് വീണ്ടും രക്ഷാപ്രവർത്തനത്തിന് അതിൻ്റെ സംവിധാനം ഒരുക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ഏർപ്പാട് ചെയ്യുന്നതാണ്. ഉച്ചയ്ക്ക് ശേഷം അവരകത്തേക്ക് പ്രവേശിപ്പിക്കും. തീർച്ചയായും ഇപ്പോൾ ഒരു 2 മണിക്കൂർ കൊണ്ട്. അപ്പോൾ അത് വളരെ ഒരു പ്രത്യേക ടെക്നോളജിയോട് കൂടിയിട്ടുള്ള, ഇന്നലെ പറഞ്ഞതുപോലെ ഒരു ബൂം നിറയുന്ന ഒരു സംവിധാനമൊക്കെ ഉപയോഗിച്ച് എല്ലാ രീതിയിലും തെരച്ചിൽ നടത്തും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും അസ്തമിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനാപൂർവ്വം അർജുനന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് ഇന്നലെ നിങ്ങൾക്കൊക്കെ അറിയാം, റഡാറിൻ്റെ 2-3 വളരെ പരിശോധനക്കിടയിലൊക്കെ ചെറിയ സിഗ്നലുകൾ കിട്ടിയ സന്ദർഭത്തിലൊക്കെ ഞങ്ങൾ അകത്തുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞങ്ങൾ വിചാരിച്ചത് ഏതായാലും ഇന്ന് നമുക്കിത് അർജുനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ഇന്നിപ്പോൾ കേരളത്തിലെ വീണ്ടും 2 MLA മാർ, പ്രിയപ്പെട്ട ലിൻഡോ ജോസഫ്, സച്ചിൻ ദേവ്, DFIയുടെ OCP അടക്കമുള്ള ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് ഒറ്റ പ്രാർത്ഥനയുള്ളൂ. ലോകത്തുള്ള മലയാളികൾ മുഴുവനും എല്ലാ മനുഷ്യരും അർജുനന് വേണ്ടി ദിവസങ്ങളായി അർജുൻ്റെ തിരിച്ചുവരവിന് വേണ്ടി, ജീവനോടെ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു ഘട്ടമാണ്. അതിനിടയിൽ ചെറിയ നിങ്ങൾക്കൊക്കെ അറിയാം, മാധ്യമപ്രവർത്തകർക്കറിയാം, ഇവിടെ നമ്മൾ ഈ സന്ദർഭത്തിൽ ഒറ്റ മോട്ടോയാണ് നമുക്കുള്ളത്, അർജുന് തിരിച്ചു കിട്ടണം. ഇന്നിപ്പോൾ രാവിലെ മുതൽ ഞാനിപ്പോൾ 2 മണിക്കൂർ ഇവിടെ എത്തുന്നതിന് മുമ്പ് സംസാരിക്കുമ്പോഴും അവർ നമ്മളുമായി പറഞ്ഞത് ഇന്ന് കുറച്ചുകൂടി ഏതെങ്കിലും രീതിയിൽ എന്തായാലും ഇന്ന് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പാണ് DC-യും SP-യും നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ ഒരു അനാവശ്യമായ വാശിയിൽ ഈ 5 മണിക്കൂറായി രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവരോട് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളെ സ്റ്റേറ്റല്ല, ഇത് മറ്റൊരു സംസ്ഥാനത്താണ്. നമ്മൾ മാക്സിമം അവരുമായിട്ട് ചില കാര്യങ്ങളിലൊക്കെ നമുക്കും വിയോജിപ്പുണ്ട്, അസംതൃപ്തിയുണ്ട്. പക്ഷേ ഈ സന്ദർഭത്തിൽ അത് പറയേണ്ട ഒരു സമയമല്ല. ഞാനിവർ പിന്നെ പുറത്ത് നിർത്തിയെന്ന് പറയുമ്പോൾ തന്നെ സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ഞങ്ങൾ എന്തായാലും ഒരു 2 മണിക്കൂർ കൊണ്ട് ഈ ഞങ്ങളുടെ പരിശോധന, ആർമി പരിശോധന കഴിഞ്ഞതിന് ശേഷം അവരകത്ത് കടത്തുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ സതീശയിൽ MLA എത്തിയതിന് ശേഷം എന്തായാലും അവരെ ഇന്നലെ പിന്നെ അവർ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള അവസരം ഒരുക്കി കൊടുക്കും. ഇത് 2 മണിക്കൂർ പരിശോധന പുഴയിലുള്ള പരിശോധനയാണ്.